കെ.എം. മാണിക്കെതിരെ ബാർക്കോഴ ആരോപണമുണ്ടായപ്പോൾ വീറോടുകൂടി നിയമസഭയ്ക്ക് അകത്തും പുറത്തും സമരം നടത്തി പൊതുമുതൽ തകർത്ത CPM-ഉം DYFIയും ഇപ്പോൾ ബാർക്കോഴ ആരോപണം കണ്ടില്ല എന്ന തരത്തിൽ ഉറക്കം നടിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. വെറും ആരോപണത്തിന്റെ പേരിൽ നിയമസഭ തല്ലി തകർക്കുകയും കെ.എം. മാണിയെ വഴിതടയുകയും കെ.എം. മാണിക്ക് വേണ്ടി പിച്ചതണ്ടുകയും ചെയ്ത DYFIയുടെ സമരവീര്യം എവിടെ പോയെന്നും സജി ചോദിച്ചു. കെ.എം. മാണിക്ക് എതിരെ ആരോപണം ഉണ്ടായപ്പോൾ സ്വീകരിച്ച നിലപാട് അല്ല ഇപ്പോൾ ഇടതു സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്ന ബാർക്കോഴ ആരോപണത്തിൽ DYFI സ്വീകരിക്കുന്നതെന്നും ഇത് ഇരട്ടത്താപ്പാണെന്നും കോട്ടയത്ത് സജി കുറ്റപ്പെടുത്തി. അന്ന് വെറും ഒരു ആരോപണം മാത്രമാണ്. ബിജു രമേശ് പറഞ്ഞു കെ.എം. മാണി ഈ ബാർക്കോഴ അല്ലെങ്കിൽ ഇടപാട് അല്ലെങ്കിൽ ബാലുകാരുടെ പണം ഞങ്ങൾ പിരിച്ച് കെ.എം. മാണി കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്ന് ആരോപണങ്ങളും കോലാഹലങ്ങളും കൂടെ ഉണ്ടായത്. നമ്മൾ കണ്ടു. അത് നിയമസഭയ്ക്കകത്ത് CPM-ന്റെ MLA-മാർ നേതാക്കന്മാരെല്ലാം കൂടി നിയമസഭയില് സ്പീക്കറുടെ കസേര എടുത്തെറിഞ്ഞു. നിയമസഭയുടെ അല്ലെങ്കിൽ ഗാലറി കൂടെ അടിച്ചു തകർത്ത് വലിയ കോലാഹലം ഉണ്ടാക്കി. DYFI അവരുടെ യുവജന സംഘടന അഷ്ടിക്ക് വകയില്ലാത്ത കെ.എം. മാണിക്ക് 500 അല്ലെങ്കിൽ രൂപ പിരിച്ച് അയക്കുന്ന തരത്തിലുള്ള സമരങ്ങൾ കെ.എം. മാണി സാറിനെ കള്ളൻ കോരൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ഇതിനൊക്കെ സമരം നടത്തിയ വീറോടുകൂടി സമരം നടത്തിയ DYFI-യും CPM-ഉം ഇപ്പോൾ എന്താണ് ഈ ബാർക്കോഴയെ സംബന്ധിച്ച് ഒന്നും മിണ്ടാത്തതെന്നാണ് ഞങ്ങളുടെ ചോദ്യം. കെ.എം. മാണിയെ വേട്ടയാടിയ CPM ഇനിയെങ്കിലും കെ.എം. മാണിയോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും സജി ആവശ്യപ്പെട്ടു. മാണി സാറിനെ ആരോപണത്തിന്റെ പേരിൽ വേട്ടയാടിയ CPM ബാർക്കോഴ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ആ മുന്നണിയിൽ നിന്ന് വീണ്ടും അപഹാസ്യനാകാതെ ജോസ് കെ മാണിയും കൂട്ടരും മുന്നണി ബന്ധം ഒഴിവാക്കാൻ തയ്യാറാകണമെന്നും സജി ആവശ്യപ്പെട്ടു. LDF സർക്കാരിനെതിരെ ഗുരുതരമായ ബാർക്കോഴ ആരോപണം ഉണ്ടായിട്ടും വേണ്ടവിധം പ്രതികരിക്കാൻ തയ്യാറാകാത്ത പ്രതിപക്ഷത്തിനും ബാർക്കോഴയിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും സജി പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, കോട്ടയം.